നമസ്കാരം. കോടീശ്വരനാകാൻ പോകുന്നതിന് മുൻപ് ഈ സൂചനകൾ നമുക്ക് തരുന്നതായിരിക്കും. ജീവിതത്തിലെ വളരെ നിർണായകമായ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ സൂചനകൾ നൽകുന്ന അത്ഭുത ശാസ്ത്രമാണ് ജ്യോതിഷം. വ്യക്തിത്വം, ജീവിത വഴി, ജീവിത ലക്ഷ്യം തുടങ്ങിയ ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് വേദജ്യോതിഷം നൽകുന്ന ഉൾക്കാഴ്ചകൾ ഏറെക്കുറെ കൃത്യം തന്നെ ആയിരിക്കും. ജീവിതത്തിൽ ഒരു വ്യക്തി സാമ്പത്തികമായി എത്രത്തോളം ശക്തരായിരിക്കുമെന്നും വേദജ്യോതിഷത്തിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. ഒരാൾക്ക് ജീവിതത്തിൽ സമ്പന്നരാകാൻ യോഗമുണ്ടോ എന്നറിയാൻ സഹായിക്കുന്ന ജാതകത്തിലെ 7 സൂചനകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. 10ാം ഭാവത്തിൽ സൂര്യൻ. കരിയറുമായി ബന്ധപ്പെട്ട 10ാം ഭാവത്തിൽ സൂര്യൻ വന്നാൽ അത് സമ്പന്നയോഗം സൂചിപ്പിക്കുന്നു. സൂര്യൻ്റെ ഈ സ്ഥാനം പൊതുമധ്യത്തിൽ തിളങ്ങാനുള്ള യോഗമാണ് കാണിക്കുന്നത്. സൂര്യൻ ചിങ്ങം രാശിയിൽ അല്ലെങ്കിൽ ഉച്ചരാശിയായ മേടത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴും അത് സാമ്പത്തിക അഭിവൃദ്ധിയുടെ സൂചന തന്നെയാണ്. ശുക്രൻ സ്വരാശിയായ ഇടവത്തിലോ അല്ലെങ്കിൽ തുലാം, ഉച്ചരാശിയായ മീനം എന്നിവയിലോ ആണെങ്കിൽ അത് ഭാഗ്യം, പണം ആകർഷിക്കാൻ എന്നിവയുടെ സൂചനയാണ് കാണിക്കുന്നത്. ഭാഗ്യത്തിൻ്റെയും വികാസത്തിൻ്റെയും ഗ്രഹമായ വ്യാഴം ധനഭാവമായ 2-ൽ ആണെങ്കിൽ അത് ഭൗതികമായ സുഖസൗകര്യങ്ങളും വിജയവും വളർച്ചയും സൂചിപ്പിക്കുന്നു. ഭാഗ്യത്തിൻ്റെ ഗ്രഹമായ വ്യാഴം കരിയറിൽ ഭാവമായ 10-ൽ വന്നാലും അത് പദവികളും അധികാരവും അനുഗ്രഹങ്ങളും സൂചിപ്പിക്കുന്നു. ശുക്രൻ 2ാം ഭാവത്തിൽ ആണെങ്കിൽ അത് ഭൗതികമായ സുഖസൗകര്യങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കാനുള്ള കഴിവ് സൂചിപ്പിക്കുന്നു. ഇത്തരത്തിൽ ഗ്രഹനില ഉള്ള ആളുകൾ ജീവിതത്തിൽ ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. ആകർഷണത്തിൻ്റെ ഗ്രഹമായ ശുക്രനോ ഭാഗ്യത്തിൻ്റെ ഗ്രഹമായ വ്യാഴമോ അഷ്ടമഭാവത്തിൽ വന്നാൽ സാമ്പത്തിക സമൃദ്ധി നേടാനും, പക്ഷേ ആ ഭാഗ്യം മറ്റുള്ളവരിലൂടെയാണ് കൈവരിക. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സമ്പന്നരാകാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം.